പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canonന്റെ ലേസർ പ്രിന്ററായ Canon LBP6230dn എന്ന പ്രിന്റർ എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാം എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു സാമ്പിൾ ഡോക്യുമെൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. നോർമൽ കേസിൽ സെറ്റിംഗ്സ് ഒന്നും മാറ്റാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതേപോലെ പ്രിൻറ്റ് എന്നുള്ള കമാൻഡ് കൊടുത്ത് താഴെ കാണുന്ന ഈ ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പ്രിൻറ്റ് എന്നുള്ള കമാൻഡ് കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻറ്ററിലേക്ക് പോകും. പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. പക്ഷേ കൂടുതലായി എന്ത് ചെയ്യും, സെറ്റിംഗ്സ് മാറ്റാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കൺട്രോൾ P എന്നുള്ള അല്ലെങ്കിൽ പ്രിൻറ്റ് എന്നുള്ള കമാൻഡ് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നമ്മൾ ഈ പ്രിൻ്ററിൻ്റെ പേരിന് നേരെ കാണുന്ന ഈ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഈ ഓപ്പൺ ചെയ്ത് അവിടെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ആദ്യം തന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പേപ്പർ സൈസാണ്. നമുക്ക് ഏത് സൈസ് പേപ്പറിലാണ് പ്രിൻറ്റ് ചെയ്ത് വരേണ്ടതെന്ന് പേപ്പർ സൈസും കാണിക്കുന്നുണ്ട്, ഔട്ട്പുട്ട് സൈസും കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ട്രയൽ വെച്ച പേപ്പർ സൈസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ ഔട്ട്പുട്ടിൽ പ്രിൻറ്റ് ചെയ്ത് വരുമ്പോൾ ഏത് സൈസ് പേപ്പറാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ പേജ് ഔട്ട്, ഒരു പേജിൽ തന്നെ ഒരു ഡോക്യുമെൻറ്റ് ഒരു പ്രിൻ്റ് ഔട്ട് മതി എന്നുണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ ഒരു പേജിൽ തന്നെ 2 പ്രിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ഓപ്ഷന് അങ്ങനെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് 2 സൈഡ് അല്ലെങ്കിൽ ഡബിൾ സൈഡ് പ്രിൻറ്റിങ്ങിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 സൈഡ് മതി എന്നുണ്ടെങ്കിൽ 1 സൈഡ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ 2 സൈഡ് പ്രിൻറ്റിംഗ് ആണ് വേണ്ടത് 2 സൈഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്ലൈൻഡിങ് ഓപ്ഷൻ ഉണ്ടാവും. ലോങ് എഡ്ജാണോ ഷോർട്ട് എഡ്ജാണോ വേണ്ടത് എന്നുള്ളതാണ്. അത് നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ ഓറിയൻറ്റേഷൻ, പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ, നിങ്ങൾക്ക് അവിടെ പ്രിവ്യൂ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിലേത് വേണമെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ പേജ് സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻറ്റിങ്ങിൽ വാട്ടർമാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ടർമാർക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഫിനിഷിങ്ങിൽ പ്രിൻറ്റിങ്ങിൻ്റെ ലാസ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് പേപ്പർ ഏത് രീതിയിൽ വരണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവിടെ മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഈ ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻറ്റ് കമാൻഡ് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊടുത്ത ഡോക്യുമെൻറ്റ് 2 സൈഡ് പ്രിൻറ്റിങ്ങിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യം ഒരു പേപ്പർ ജസ്റ്റ് പുറത്തോട്ട് വന്നിട്ട് അതേപോലെ അത് തിരിച്ചുള്ളിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് 2 സൈഡ് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും ഫസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് എടുക്കരുത്. പ്രിൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പേപ്പർ ഇതേപോലെ ജസ്റ്റ് പ്രിൻ്ററിൽ നിന്നും പുറത്തോട്ട് വീഴുന്നതാണ്. അപ്പോൾ പ്രിൻറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ് നോക്കി നോക്കാം. നമ്മൾ കൊടുത്ത അതേപോലെ ഡോക്യുമെൻറ്റ് തന്നെയാണ് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.